പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യം ഉണ്ടോ എന്ന് ആമേൻ കർത്താവ് നമ്മോട് ഇന്ന് പകൽക്കാലവും ചോദിക്കുന്നു. അതെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും, ഏത് കഷ്ടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, ആമേൻ, ആഴമായ ബന്ധത്തിലിരുന്നാൽ, ആമേൻ സ്തോത്രം, കുറച്ച് നാം കാത്തിരിക്കേണ്ടി വന്നാലും കർത്താവ് നിശ്ചയമായി നമ്മെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ആമേൻ സ്തോത്രം. അടിക്കടി തോന്നുന്നുണ്ടോ, ആമേൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ലല്ലോ. സ്തോത്രം സ്തോത്രം. ആമേൻ. ദൈവത്തെയും നമ്മയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന ഏതോതോ വിഷയങ്ങൾ അത് നാം തന്നെ കണ്ടുണർന്ന് ആമേൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് ആമേൻ നമ്മുടെ കുറവുകൾ എന്താണെന്ന് ഉണർത്തിത്തരും. അത് നാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, ആമേൻ ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയിലും ഉറപ്പുള്ള ബന്ധമായിരിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായി നമ്മെ രക്ഷിക്കും. അടുത്ത് നാം വായിക്കും: നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതേ, ഇത്രയും വിളിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ലല്ലോ, കർത്താവ് മുഖം മറച്ചിരിക്കുകയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപമെന്ന് പറയുമ്പോൾ അവൻ ദൈവം ചെയ്യുവാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ആമേൻ സ്തോത്രം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതുമാണ് പാപം. ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം താണിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് തൻ്റെ മുഖത്തെ നമുക്ക് മറയ്ക്കുകയില്ല. കർത്താവ് തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമുക്ക് ഉത്തരമരുളുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നിശ്ചയമായി കർത്താവ് ആമേൻ നമ്മുടെ മേൽ തൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കും. നാം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ സ്തോത്രം. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും കർത്താവ് അതിനെ ഹിമം പോലെ വെണ്മയാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എവിടെയെങ്കിലും ദൈവം ആമേൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് നാം ചെയ്തിട്ടുണ്ടോ? ദൈവം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നാം ആമേൻ സ്തോത്രം ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ ദൈവം ആമേൻ കരുണയുള്ള കർത്താവാണ്. നിശ്ചയമായി കർത്താവ് നമ്മെ രക്ഷിക്കും, നമ്മെ വിടുവിക്കും. ആമേൻ ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരു വിടുതലില്ല. ആമേൻ സ്തോത്രം. ഇനിയൊരു പ്രശ്നം ആരും കേൾക്കുവാൻ പോകുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിലും ആമേൻ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ലാതെ ഇരുന്നാൽ, കർത്താവിൻ്റെ ചെവി മന്ദമാകാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നിശ്ചയമായി ആമേൻ ഹല്ലേലൂയ, ആമേൻ ആരെല്ലാം പ്രതികൂലമായിരുന്നാലും, ഏതൊക്കെ കരങ്ങൾ പ്രതികൂലമായിരുന്നാലും കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അതിലുപരി ആശ്വാസം മറ്റൊന്നുമില്ല. ഈ നാളുകളിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും ഭിന്നിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അകന്നിട്ടുണ്ടോ? നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ വീണ്ടും ചേർത്തണയ്ക്കുവാനും നമ്മെ രക്ഷിക്കുവാനും നമ്മെ വിടുവിക്കുവാനും സർവശക്തനാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ കർത്താവെ ദൈവവും കർത്താവായിട്ടുള്ള ബന്ധത്തിൽ അധികം ദൃഢതയോടെ കർത്താവെ അവനേത് പ്രതിസന്ധിയിലും കർത്താവെ ഉറപ്പോടെ അപ്പാ സ്ഥിരതയോടെ അങ്ങ് സേവിപ്പാൻ, കർത്താഴമായ സ്നേഹബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവേ, അങ്ങേത് പ്രതിസന്ധിയിലും കേൾക്കുന്ന ദൈവമാണ്, കഷ്ടതകളെ കാണുന്ന ദൈവമാണ്,
നിലവിളി കേൾക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന കർത്താവാണ്, വിടുവിക്കുന്ന കർത്താവാണ്. അതേ വചനം കേൾക്കുന്ന ഓരോ മക്കൾ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സമ്പൂർണ്ണമായ ഘടകങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.